നമസ്കാരം. രാജ്യം യുദ്ധമുഖത്ത് പാകിസ്ഥാനെ ഇപ്പോൾ വിറപ്പിച്ച് നടത്തുമ്പോൾ രാജ്യത്തിനകത്ത് തന്നെ പല നീക്കങ്ങളും അതല്ലാതെ ഇപ്പോൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഏറെ ഉറ്റുനോക്കിയ വിഷയത്തിൽ സുപ്രീം കോടതി ഇപ്പോൾ ചില കടുത്ത തീരുമാനങ്ങൾ നടപടികളൊക്കെ തന്നെ കൈക്കൊള്ളുകയും ഒരു ജഡ്ജിയെ തന്നെ പുറത്തേക്ക് എറിയുന്ന തരത്തിലേക്ക് ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് ചില നീക്കങ്ങളൊക്കെ തന്നെ നടക്കുകയാണ്. ഇവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മെയ് 14 വിരമിക്കാൻ നിൽക്കുമ്പോഴാണ് ഒരു തകർപ്പൻ നീക്കമുണ്ടായിരിക്കുന്നത്. ഒരു പുറത്താക്കൽ നടപടി കൂടി നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പടിയിറങ്ങുക എന്നതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെ ഇത്തവണ രാഷ്ട്രപതിയെ പോലും കളത്തിലിറക്കിക്കൊണ്ട് സുപ്രീം കോടതി ചില കടുത്ത തീരുമാനങ്ങൾ തന്നെ എടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു വരികയാണ്. മറ്റൊന്നുമല്ല, ഇക്കൊല്ലം മാർച്ച് 14 ഡൽഹി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീടിനോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ നിന്ന് തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് കണ്ടെത്തിയ ചാക്കിൽ നിറച്ച നോട്ടുകെട്ടുകളുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിരിക്കുകയാണ്. രാജ്യം ഒന്നടങ്കം ഞെട്ടിപ്പോയ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ മേശപ്പുറത്തിരിക്കുന്നത്. ഈ ചാക്കുകെട്ടുകളിൽ കണ്ടെത്തിയ പണത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് നേരിട്ട് പങ്കുണ്ട് എന്ന് സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ അന്വേഷണ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യശ്വന്ത് വർമ്മയെ ഒന്നെങ്കിൽ രാജിവെപ്പിച്ച് ഒഴിപ്പിക്കുകയോ അല്ലെങ്കിൽ പുറത്താക്കുമെന്നോ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. കുറ്റക്കാരനായിട്ട് വിധിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ അന്വേഷണ സമിതി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടിന് മറുപടി നൽകാൻ ഇപ്പോൾ കുറച്ച് മണിക്കൂറത്തെ സമയം കൂടി യശ്വന്ത് വർമ്മയ്ക്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു മറുപടി അത് തൃപ്തികരമല്ലാതെ വന്നാൽ രാഷ്ട്രപതി ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് കടക്കുന്നതായിരിക്കും. നീതിന്യായ വ്യവസ്ഥയെ കൈകാര്യം ചെയ്ത് നീതി നടപ്പിലാക്കേണ്ടുന്ന ഒരു ജസ്റ്റിസിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ കണക്കിൽപ്പെടാത്ത ചാക്കുകെട്ടിൽ നിറച്ച പണം കണ്ടുകെട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ചില്ലറ കാര്യമല്ല. തീപിടുത്തത്തെ തുടർന്ന് തീ അണയ്ക്കാൻ ചെന്ന ഫയർഫോഴ്സ് കണ്ടെത്തിയ പണം പിന്നീട് കത്തിച്ചു കളയാൻ നോക്കി. പക്ഷെ പാതി കത്തി പാറി പറന്ന നോട്ടുകെട്ടുകളാകട്ടെ വീണ്ടും ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് വിനയായി മാറുകയാണ് ഉണ്ടായത്. ഒരു പരിധിവരെ ഒരു വേളയിൽ ഫയർഫോഴ്സ് പറഞ്ഞു ഞങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന്. ഏതായാലും അവിടേക്ക് വരെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് സാധിച്ചുവെങ്കിലും പിന്നീട് അങ്ങോട്ട് ഒന്നും കൈപ്പിടിയിൽ ഒതുങ്ങിയില്ല. മാർച്ച് 14 തീപിടുത്ത സമയത്ത് വർമ്മയും ഭാര്യയും ഭോപ്പാലിലായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ തീപിടുത്തമാണ് ഒടുക്കം ഇപ്പോൾ ഈ ചാക്കുകെട്ടുകളിൽ നിറച്ച പണം പുറം ലോകത്തെ അറിയിച്ചത്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു വാർത്ത കൂടിയായിരുന്നു ഈ ചാക്കും അതിലെ പണവും അതോടൊപ്പം തന്നെ വർമ്മയുടെ വീടും. എന്താണെങ്കിലും വളരെ പെട്ടെന്ന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് ജസ്റ്റിസ് വർമ്മയുടെ അനീതിയെ തുറന്നു കാട്ടുമ്പോൾ രാഷ്ട്രപതിയെ ഇറക്കി ഇംപീച്ച് ചെയ്ത് പുറത്തേക്കെറിയാനുള്ള നീക്കത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ തൻ്റെ പടിയിറക്കത്തിന് മുൻപ് തന്നെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നാണ് ഇതിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത്.